ഇന്ന് വളരെ രുചികരമായ ഒരു മീൻകറിയുടെ റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ ഒരു മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതാ ഇതിലേക്കൊരു 10-13 ചെറിയുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 3 പീസ് കൊടംപുളി ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതും കൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കിലോ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് നല്ലപോലെ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കണം. അങ്ങനെ മീൻ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അല്പം ഉലുവാപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.